വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ് യു ആർ വാച്ചിങ് കരിയർ സ്റ്റാർസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഇത് നമ്മൾ ഫസ്റ്റ് ഇതൊരു എന്താ പറയുക, ഒരു ഡബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം, വിച്ച് മീൻസ് ഇരട്ടക്കുട്ടികളാണെന്നും പറയാം. സോ നമ്മുടെ ചാനലിൽ ഈ ജേർണൽ കിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ മൈ ജേർണൽ കിറ്റ് എന്ന് പറഞ്ഞാൽ ജേർണൽ സപ്ലൈസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പണ്ട് ഇട്ടപ്പോൾ വിച്ച് മീൻസ് കുറേ നാൾ മുമ്പ് ഇട്ടപ്പോൾ എനിക്ക് ആ ടൈമിൽ നല്ല സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ ലൈക്സോ ഷെയറോ ഒന്നും ഉണ്ടായിരുന്നില്ല, കമൻസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കാണുന്ന ആൾക്കാരും കുറവായിരുന്നു. അത് ഒരു 50 സംതിങ് ആൾക്കാരാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. അത്ര ആൾക്കാർ മാത്രം കണ്ടിട്ടുള്ളൂ. സോ ഇപ്പോൾ ഈ ജേർണൽ കിറ്റ് എനിക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബർ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം മീൻസ് ഒരു കുഞ്ഞി ഇതൊന്നുമല്ല, എന്നാലും എനിക്കൊരു വലിയ സബ്സ്ക്രൈബ് തന്നെയാണ്. അപ്പോൾ ഒരു നല്ല ഇതുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കാണാത്തൊരു കുറേ പേരുണ്ടാവുമല്ലോ മൈ ജേർണൽ കിറ്റ് ഉണ്ടാക്കണ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണാം. ഇപ്പോൾ ജേർണൽ ചെയ്യാൻ എൻ്റെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ജേർണൽ ചെയ്യാതിരിക്കുന്ന കുറേ പേരുണ്ട്. ബട്ട് ഞാനും അങ്ങനെയായിരുന്നു. ബട്ട് ഞാൻ അതിനൊരു ചേഞ്ച് വരുത്തി. ഞാൻ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ഒരു ജേർണൽ കിറ്റ് ഉണ്ടാക്കിയിട്ട് ജേർണൽ സപ്ലൈസ് ഞാൻ സെറ്റാക്കി. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ജേർണൽ സാധനങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കരുത്. ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി, കറക്റ്റ് ജേർണൽ സാധനങ്ങൾ വാങ്ങിച്ച പോലെ തന്നെ ഉണ്ടാവും. ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എന്തായാലും കാണാത്തവർക്ക് വേണ്ടി എൻ്റെ ജേർണൽ സപ്ലൈസ് ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ എനിക്കൊരു വീഡിയോ ഇടാൻ തോന്നിയില്ല, വിച്ച് മീൻസ് വീഡിയോ ഇടാൻ ഒരു കണ്ടൻറ് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ട്രെൻഡ്സ് എന്നുള്ള ഓപ്ഷനിൽ കണ്ടത് ജേർണൽ സപ്ലൈസ് എന്നാണ്. അത് ഞാൻ നോക്കുമ്പോൾ ഒട്ടുമിക്ക കടിൽ ക്ലൗഡും ചെയ്തിട്ടുണ്ട്, നീനുഷാ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല ക്രാഫ്റ്റ് ചാനൽസും അത് ചെയ്തിട്ടുണ്ട് ജേർണൽ സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ മാത്രം അത് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഇന്ന് ഒരു കണ്ടന്റും കിട്ടാട്ടിരിക്കണ എനിക്ക് ഞാൻ ഇതിടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ജേർണൽ സപ്ലൈസ് ഐശ്വര്യമായിട്ട് തന്നെ നമ്മൾ സെറ്റാക്കി. അപ്പോൾ സെറ്റാക്കിയല്ല, ഓൾറെഡി സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്നാലും നമുക്ക് നേരെ സാധനങ്ങളിലേക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു കാർഡ് ഉണ്ടായിരുന്നില്ലേ, ആ കാർഡ് കല്യാണക്കത്തിന് ഞാൻ വെട്ടിയെടുത്തതാണ് കേട്ടോ. അത് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലോങ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണേ. പിന്നെ ഈ സാമാനം എൻ്റെ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടാണ് ഗൈസ്. ഇത് ബേൺഡ് പേപ്പറാണ്. ഇത് നല്ല സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. കാണാത്തൊരു പോയി കാണും. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ അത്ര ഈസിയാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഇച്ചിരി ടൈം വെക്കണം എന്നുള്ളൂ. ടൈം ഓൺലി യു വാണ്ട് ഗൈസ്, ബട്ട് ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്. അപ്പോൾ എന്തായാലും എന്താ നോക്കിക്കണേ, പോയി ആദ്യം ആ വീഡിയോ കാണും, എന്നിട്ട് ഇങ്ങോട്ട് വാട്ടോ. എന്നിട്ട് നമ്മൾ എന്തായാലും തുടങ്ങാം. അതിന് മുമ്പ് കാണിച്ച സംഭവം പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു. പാറ്റേൺ പേപ്പേഴ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ റെക്കോർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് പല കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പം എനിക്കുള്ള കളർസാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജേർണലിന് സൈഡിലും കോർണറിലും അതുപോലെ തന്നെ ബേസിക്കായിട്ട് ഒട്ടിക്കാൻ പറ്റിയ ഐറ്റമാണിത്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ജേർണൽ സപ്ലൈസ് ഇല്ലാന്ന് സംഭവം മീഷോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജേർണൽ സെറ്റിന് നല്ല പൈസയാണ്. 300, 400, 500 അത്രയും റേറ്റ് ഒക്കെ വരും. സോ അത്രയും പൈസ ഒന്നും കളയേണ്ട ഗൈസ്. വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിൻ്റെ ഇടയിൽ ഇത് വെക്കുന്ന സംഭവം എൻ്റെ ഓവർ ക്ഷമ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കെട്ടാൻ ഭയങ്കര ദേഷ്യത്തിൽ വലിച്ചു നീട്ടിയപ്പോൾ അതൊന്ന് ജസ്റ്റ് പൊട്ടി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലല്ലേ എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം കാണുന്ന സംഭവം എന്താ പറയുക, വാഷി ടൈപ്പ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങനെ വലിഞ്ഞ് കിടക്കണം. അപ്പം ഞാൻ അതങ്ങനെ സെറ്റാക്കി, വീഡിയോയിൽ അങ്ങനെ സെറ്റാക്കാൻ പറ്റുള്ള. അപ്പോൾ പൗസ് ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഒരെണ്ണം സെറ്റാക്കിയപ്പോൾ വേറൊരെണ്ണം കിടക്കണു. അപ്പോൾ അതും ഞാൻ അങ്ങനെ സെറ്റാക്കി. കണ്ടോ, ഈ സാധനമാണ് ഗൈസ്. എന്ത് കഷ്ടമാണ് നോക്കി, എല്ലാത്തിനും മര്യാദക്ക് കിടന്നുകൂടെ. അപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കി. നിങ്ങൾക്ക് ഈ വാഷി ടൈപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവം നമ്മൾ എല്ലാ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണാം. അപ്പോൾ അതൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. വാഷി ടൈപ്പ് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ടഫായിട്ടൊന്നും വിചാരിക്കേണ്ട, സിമ്പിളാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെല്ലാം അടുത്തടുത്ത ഐറ്റംസിലേക്ക് പോവാം. ഇത് ബ്രൈറ്റ് കാർഡ്സ് ആണ്. ഈ ഒരു ബ്രൈറ്റ് കാർഡ്സ് ഇത് ഞാൻ തന്നെ എൻ്റെ ഭാഗം ആഡ് ചെയ്തതാണ്. ബ്രൈറ്റ് കാർഡ്സ് എന്നൊക്കെ പേരൊന്നുമില്ല, ബട്ട് ഞാൻ തന്നെ ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഈ സംഭവം ഞാൻ കല്യാണക്കത്തിൽ നിന്നാണ്. നമ്മുടെ ജേർണൽ സപ്ലൈസിന് ആവശ്യമുള്ള പല സംഭവങ്ങളും കല്യാണക്കത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടം മാതിരി കിട്ടും. അതുകൊണ്ട് തന്നെ കല്യാണക്കത്തൊക്കെ കളയാതെ എൻ്റെ പോലെ സൂക്ഷിച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഉപകാരങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഫ്യൂച്ചറിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്ക്.
പിന്നെ ഈ സാമാനം എന്ന് പറയുന്നത് ഇതും കാർഡ് തന്നെയാണ്. ബട്ട് ഇതിൻ്റെ കാർഡ് നിങ്ങൾ ഫ്രണ്ടിൽ കണ്ടല്ലോ. ഇത് എന്താ പറയുക, ഞാൻ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് തന്നെ ഉണ്ടാക്കിയ സാമാനങ്ങൾ ഓർമ്മയില്ല, പിന്നെയാണോ നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ. പുറത്ത് നല്ല കാർഡ്സാണ്, നല്ല സൂപ്പർ ആൻഡ് പൊളി കാർഡ്സാണ് ഗൈസ്, ഒന്നും പറയാനില്ല. പിന്നെയെന്ന് പറയാനുള്ളത് ക്രീപ്പ് പേപ്പേഴ്സ് ഗൈസ്. അപ്പോൾ ക്രീപ്പ് പേപ്പേഴ്സ് എന്ന് പറയുന്ന സംഭവം വളരെ ഈസിയാണ്. ഈ ക്രീപ്പ് പേപ്പേഴ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ട്, ബട്ട് ക്രീപ്പ് പേപ്പേഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ക്രീപ്പ് പേപ്പേഴ്സ് നമ്മൾ ചളിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ വേഗം തന്നെ സൂണായിട്ട് അപ്ലോഡ് ചെയ്യാം. ക്രീപ്പ് പേപ്പേഴ്സ് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, വലിയ പാടൊന്നുമില്ല ക്രീപ്പ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സംഭവം ടിഷ്യൂ പേപ്പർ പോലത്തെ സാധനം തന്നെയാണ് ക്രീപ്പ് പേപ്പേഴ്സും. ബട്ട് ഇച്ചിരി ജെയിംസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഏകദേശം ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ ക്രീപ്പ് പേപ്പേഴ്സ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ പ്ലാന്റ് സ്റ്റിക്കർ എന്ന് പറയും സംഭവം. എനിക്ക് ഇത് മാത്രമല്ല, കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. എനിക്ക് എൻ്റെ ക്രാഫ്റ്റ് സപ്ലൈസിൽ ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ ഇതാണ്, എന്താ പറയുക, സ്റ്റിക്കേഴ്സാണ്. എൻ്റെ സ്റ്റിക്കേഴ്സ് കളക്ഷൻ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് പണ്ട് കുറേ നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണാം. അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയിക്കോ. 600 സംതിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം സ്ക്രോൾ ചെയ്താലേ കിട്ടുള്ളൂ. നല്ലോണം അടിക്ക് സ്ക്രോൾ ചെയ്ത് കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഉണ്ടാക്കുന്ന സാമാനം കിട്ടും. സോ എൻ്റെ സ്റ്റിക്കേഴ്സ് കളക്ഷൻ എന്ന് പറയുന്നത് കുറേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പോയി കാണാം. അത്രയും കുറേ ഉണ്ടെങ്കിലും എന്നാലും ഏകദേശം ആവശ്യമുള്ളതിനേക്കാളും അപ്പുറത്ത് എൻ്റെ സ്റ്റിക്കേഴ്സ് കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് ആണ്, പേപ്പർ ഫ്രെയിംസ് എന്ന് പറയും സംഭവം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ബട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് വേറെ ആരോ കണ്ടുപിടിച്ചതാണ്. പക്ഷേ പേരിട്ടത് ഞാനാണ്. അപ്പോൾ ഫ്രെയിംസ് എന്ന് എന്തോ ഉണ്ട്, ബട്ട് ഞാനാണ് പേരിട്ടത്. എന്താണ് കുട്ടിക്ക് പേരിട്ടത്? പേപ്പർ ഫ്രെയിംസ് എന്നാണ്. അപ്പോൾ എന്തായാലും പേപ്പർ ഫ്രെയിം എന്ന് ഞാൻ പേരിട്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് സംഭവം സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. അത് കാണുമ്പോൾ തന്നെ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു A4 ഷീറ്റ് എടുക്കുക, അതിനെ 4 എങ്ങനെയെങ്കിലുമൊക്കെ മടക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണ്ട സൈസിൽ മടക്കുക. എന്നിട്ട് സൈഡിൽ ബോർഡർ വെച്ചിട്ട് ഇഷ്ടം കളർ വെച്ച് ബോർഡർ എടുക്കുക. എന്നിട്ട് കുറച്ച് അല്ലറ ചില്ലറ ഡിസൈൻസ് വരച്ചെടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഈ സാധനത്തിന് ഇച്ചിരി സസ്പെൻസും ASMR കാട്ടി. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ സംഭവമാണെന്നേ. ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ഓൾറെഡി എൻ്റെ ഉണ്ടെങ്കിലും ബട്ട് ഹോം മെയ്ഡ് ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ക്രാഫ്റ്റ് ചാനൽ എന്നും പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ എല്ലാ ക്രാഫ്റ്റ് ചാനൽസും സ്റ്റിക്കർ ഉണ്ടാക്കാതെ ഒരു ക്രാഫ്റ്റ് ചാനൽസും ഈ ലോകത്തുണ്ടാവില്ല. അപ്പോൾ എന്നാലും ഞാനും വൈകാതെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി. ഈ സംഭവം സിമ്പിളാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് കുറേ നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൈറ്റിങ്സ് എന്ന് പറയുന്നത് ഈ സംഭവം റൈറ്റിങ്സ് എല്ലാ ജേർണലിലും മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഈ റൈറ്റിങ്സ് എവിടെ നിന്നാണ് കിട്ടുക, നമ്മളിങ്ങനെ ഉണ്ടാക്കണോ എഴുതിയിട്ടുണ്ടാക്കണോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ബട്ട് അങ്ങനെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ പണ്ടത്തെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി. സാധനം സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്രയും കുറേ ബുക്കുകൾ ഉണ്ടാവുമല്ലോ. ബട്ട് ഞാനൊരു കാര്യം പറയാം, നോട്ട് ദ പോയിന്റ്. പണ്ടത്തെ ബുക്കുകൾ, ഇപ്പോഴത്തെ ബുക്കുകളൊക്കെ ഞാൻ പറഞ്ഞു, കട്ടിൽ സ്റ്റാർസ് ഐശ്വര്യ പറഞ്ഞു, പണ്ടത്തെ ബുക്കുകളൊക്കെ ബുക്കിൽ നിന്ന് പേജ് കയറിയെടുത്ത് ജേർണൽ സപ്ലൈസിന് ചെയ്യാം. ബട്ട് അങ്ങനെ ആരും ചെയ്യരുത്. പണ്ടത്തെ ബുക്കിൽ നിന്ന് എടുക്കുക. പണ്ടത്തെ നോട്ട് ദ പോയിന്റ് പണ്ടത്തെ ബുക്കിൽ നിന്ന്. ഇപ്പോഴത്തെ ബുക്കിൽ നിന്നൊക്കെ എടുത്താൽ നിങ്ങൾക്ക് മിസ്സിൻ്റെ നിന്നും അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ നിന്നും കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ പണ്ടത്തെ ബുക്കിൽ നിന്നൊക്കെ എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഫസ്റ്റോ സെക്കൻഡോ സ്റ്റാൻഡേർഡിലത്തെ ബുക്കിൽ നിന്നാണ്. സോ അപ്പോൾ എന്തോരം വർഷം പഴക്കമുണ്ട് ഗൈസ്. അതടക്കം ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ സാധനങ്ങളും ഒരാഴ്ചയുടെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത് കാണിച്ചു തരാം. സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റം ഉണ്ടാക്കാൻ വളരെ 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 സിമ്പിളാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ജേർണൽ സപ്ലൈസ് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം. ബട്ട് ജേർണൽ സപ്ലൈസ് ഞാൻ ഈ കഡിൽ സ്റ്റാർസ് നമ്മൾ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ഈസി ആയിട്ട് മൈ ജേർണൽ കിറ്റ് എന്ന് പറഞ്ഞാൽ ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാൻ. സോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ ജേർണൽ കിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുക, അതങ്ങോട്ട് ഫോൺ സ്റ്റാൻഡിൽ വെക്കുക, ഓണാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതെല്ലാം നിങ്ങളുടെ വകയിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ള ഗിവ് അവേ വിന്നർ അനൗൺസിങ് അത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇന്നോ നാളെയോ ആയിട്ട് ഇടാം. കാരണം എപ്പോഴാണ് കറണ്ട് പോകാമെന്നറിയില്ല ഗൈസ്. മഴയല്ലേ ഗൈസ്, മഴ. അപ്പോൾ എന്തായാലും എപ്പോഴാണ് കറണ്ട് പോകണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കാൻ പെട്ടെന്ന് തന്നെ നാളോ ഇന്നോ മറ്റന്നോ ആയിട്ട് നമ്മൾ ഗിവ് വിന്നറിനെ അനൗൺസ് ചെയ്തിരിക്കും ഗൈസ്. 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ. ആൻഡ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൈമൊക്കെ കഴിഞ്ഞു. സംഭവം എല്ലാവർക്കും താങ്ക് യു അലോട്ട്. സപ്പോർട്ട് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും അലോട്ട് താങ്ക് യു അലോട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ 2K ഫാമിലി ആക്കാം. നമ്മൾ 2K ഫാമിലി ആവാനായിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ 2K ഫാമിലി ആക്കാം. എന്നിട്ട് നമ്മുടെ ഗീവ് നമ്മൾ 2K ഫാമിലി അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.